തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മതപാഠശാലകളുടെ പ്രവർത്തനങ്ങളിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. മതപാഠശാലകൾക്കായി നീക്കിവെക്കുന്ന ബജറ്റ് വിഹിതം കൃത്യമായി വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തുക പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം. കൂടാതെ സിലബസ് പരിഷ്കരിക്കുന്നതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കാനും കോടതി വിധി. വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മതപാഠശാലകളുടെ നടത്തിപ്പിനായി ബജറ്റിൽ നീക്കിവെക്കുന്നത്. എന്നാൽ തുക കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്ന പരാതി നിരന്തരം ഉയർന്നിരുന്നു. ഇതു സംബന്ധിച്ച് യജ്ഞാചാര്യനായ മാത്ര സുന്ദരേശൻ ദേവസ്വം ബോർഡിനെ പലതവണ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ല. പിന്നാലെ ഓംബുഡ്സ്മാന് സമർപ്പിച്ച പരാതിയിൽ അന്വേഷണം നടന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി വന്നത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള മതപാഠശാലകളുടെ ബജറ്റ് വിഹിതം പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നതാണ് ഹൈക്കോടതി നിർദ്ദേശം. അതേസമയം മതപാഠശാലകളുടെ സിലബസ് നവീകരിക്കണമെന്നും അതിനായി ഉടൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കണമെന്നും വിധിയിൽ പറയുന്നു. സംസ്കൃത സർവകലാശാലയിൽ നിന്നടക്കമുള്ള റിട്ടയർഡ് അധ്യാപകരെ ഉൾപ്പെടുത്തിയാകണം 7-അംഗ വിദഗ്ധ സമിതി. ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, സംസ്കൃതം എന്നിവയിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സിലബസിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെക്കുറിച്ചും ഹൈക്കോടതി പരാമർശിക്കുന്നു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് കോടതിയിൽ ഹാജരായത്. ജനം, കൊല്ലം.